പാടിയുറക്കാം ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. താങ്ക് യു. പുതുവർഷത്തിന് ഏറ്റവും എൻ്റെ പേര് ഡോക്ടർ ഖലീൽ. അങ്ങനെ ഏതാണ്ട് രാത്രി ആവുന്നൊരു സമയത്ത് ഞാൻ വീണ്ടും മാനാഞ്ചിറ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ. നമ്മളെ കൂടെ നമ്മുടെ പ്രശസ്ത ജേർണലിസ്റ്റ് അർഷാദ് ഉണ്ട്. വളരെ ആവേശത്തിമിർപ്പിൽ നമ്മുടെ ചങ്ക് യോയോ പാര സാജിദ് ഇവിടെ ഉണ്ട്. അടുത്ത പാരവെപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സഹോദരങ്ങളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കോടിന്റെ ഓരോ സ്പന്ദനങ്ങളും വരുന്ന അർഷാദ്, എന്താണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ മാനാഞ്ചിറ എന്ന് പറഞ്ഞാല് കോഴിക്കോട്ടുകാർക്കൊക്കെ ഒരു വളരെ വൈകാരികമായൊരു സ്ഥലം, അറ്റാച്ച്മെന്റ് ഉള്ള സ്ഥലമാണ്. തറവാട് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പുതുവത്സരത്തോടനുബന്ധിച്ച് കേരള ഫ്രഷ് എനർജി പ്രത്യേകിച്ച് നമ്മളെ മിനിസ്റ്റർ മന്ത്രി റിയാസ് മുൻകൈ എടുത്ത് യൂറോപ്പിലൊക്കെ ഉള്ള അലങ്കാരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ അത് വളരെ വൃത്തിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ ഇന്നലെ ഈ പുതുവത്സരത്തോടനുബന്ധിച്ച് ഞാൻ രാത്രി ഈ സമയത്ത് ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഫുൾ ബ്ലോക്കാണ്. അത്രയും രസമാണ്. അപ്പോൾ നല്ല എന്തായാലും ഈ അലങ്കാരം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കുക അല്ലേ? നമ്മുടെ സ്നേഹത്തിന്റെയും മൂല്യങ്ങളുടെയും അലങ്കാരം കൊണ്ട് നമ്മുടെ മനസ്സുകളെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക സഹോദരങ്ങളെ. ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാനാഞ്ചിറ സ്ക്വയറിൽ മധുരിക്കും ഓർമ്മകളെ. ഇരുട്ട് വരുന്തോറും ഇതിന്റെ സൗന്ദര്യം കൂടി വരാൻ പോകുന്നേ ഉള്ളൂ. ഇരുട്ടാവുന്നത് വരെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. എങ്കിലും കുറച്ചുകൂടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് സഹോദരങ്ങളെ, കാത്തിരിക്കുകയാണ്. ഇവിടെ പ്രകാശം വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. പ്രകാശം മയമാവുമ്പോൾ ഈ അന്ധകാരത്തിലേക്ക് ഈ പ്രകാശം ജ്വലിച്ചു നിൽക്കുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഹോദരങ്ങളെ. തീർച്ചയായിട്ടും ഈ ദീപാലങ്കാരം പോലെ മനോഹരമായ മൂല്യങ്ങളുടെ നല്ലൊരു മനസ്സും മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ വർഷത്തെ നമ്മൾ ഏറ്റവും മനോഹരമാക്കുക. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. വളരെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നീളട്ടെ അല്ലേ? അടുത്ത വർഷം വരെ ഈ ആഘോഷം ഇവിടെ ഉണ്ടാവട്ടെ അല്ലേ? ഓക്കെ. എന്താ നീ പറഞ്ഞത്? ഇരിക്കാൻ എന്നെ കിട്ടൂല. ഇരിക്കാൻ നമുക്ക് എത്ര സമയമുണ്ടല്ലോ പക്ഷേ ഇവിടെ നിന്ന് നടക്കുക, അല്ല ഓടുക, അല്ലേ ചാടുക, അല്ലേ ഡാൻസ് ചെയ്യുക. ഇത് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നാൽ മതി. ഇരുന്നൊന്നല്ല, ഞാൻ ഇരിക്കാൻ പോകുന്നത്. ചാടിക്കളി നിർത്തൂല. നമ്മുടെ ജീവിതം നിന്ന് ചാടിക്കളി നിന്നാ ജീവിതം നിന്നടാ. എങ്ങനെയുണ്ട് പുതുവത്സരം എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? എല്ലാരും ഇവിടെ ആസ്വദിക്കാണ്. സെലിബ്രേറ്റ് ചെയ്യണല്ലോ അവിടെ. ഇവരെ മുഖം ഈ നക്ഷത്രങ്ങളെ പോലെ തന്നെ നിങ്ങളും തിളങ്ങിയേക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തിളങ്ങണല്ലോ, എന്നും തിളങ്ങട്ടെ അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മളെന്നും തിളങ്ങുന്നുണ്ട് സ്ക്വയറിൽ. അതെ, വെരി ഗുഡ്. എന്നും അതാ അടിപൊളിയായി, വെരി ഗുഡ്. ഒന്നുകൂടി അടിപൊളിയായി. ഇതെല്ലാം ഇതും അടുത്ത ന്യൂ ഇയർ വരെ അവിടെ നിന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കില്ല. അടുത്ത ന്യൂ ഇയറിലും നമ്മൾ ഇതിലും മനോഹരമായി പ്രതീക്ഷിക്കണം. വെരി ഗുഡ്. ഇവർക്കൊക്കെ നടക്കാനുള്ള വലിയൊരു അവസരം അപ്പൊ കിട്ടുന്നില്ലേ? ഈ മാനാഞ്ചിറ കുളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ടോ അവിടുന്ന്? ഒരു വൈബാണ് ഈ പുതുവത്സരത്തിൽ. ഇതുപോലെ നമ്മുടെ മനസ്സുകളിലും ഇതുപോലെ പുതുമകൾ നിറഞ്ഞ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം എന്നുള്ള അതിനാണല്ലോ ഈ സ്ക്വയറൊക്കെ ഇങ്ങനെ മാറ്റിയത്. കൂടുതൽ വിപുലീകരിക്കാൻ പോകും ഇവിടെ. വെരി ഗുഡ്. ഇത് തീർച്ചയായിട്ടും ഇത് മനുഷ്യന്മാർക്ക് ഏറ്റവും ആവശ്യം സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. മനസ്സിനൊരു സന്തോഷം കിട്ടും. ജോലി ഭാരത്തിൽ നിന്നും കുറച്ച് എനിക്ക് തോന്നുന്നു ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ വികസനത്തിന്റെ മുദ്ര ഇതാണ് അല്ലേ? അല്ലാണ്ട് ഇവിടെ ഉള്ള ഒരുപാട് മാളുകളും ഇതൊന്നല്ല.
കാരണം സ്ട്രെസ് ഇറക്കി വെക്കാൻ ഒരു ഇടാണ് മനുഷ്യന്മാർക്ക് ആവശ്യം. പ്രകൃതിന്റെ ഭംഗി തന്നെ ഏറ്റവും അതേപോലെ ഇവിടുത്തെ ഇതാ ചിറകളൊക്കെ കണ്ടോ, അതൊക്കെ തന്നെ ഈ തണുപ്പ് വന്ന് നമ്മളെ മനസ്സിലേക്ക് അടിക്കുമ്പോ ഒരു ഉല്ലാസം തന്നെയാണ്. അതിനുമ്പൊക്കെ വലിയ ഏതൊരു മഹാരാജാവിന്റെ എന്തൊരു ചിറല്ലേ, മാനുവേന്ദ്ര മഹാരാജാവോ. സുഖമുണ്ട് വൈകുന്നേരം ഇങ്ങനെ നടക്കാനല്ലേ, കാറ്റൊക്കെ കൊണ്ട് അടിഗംഭീരോ അല്ലേ. എന്താണ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ? എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? വളരെ മികച്ചൊരു എങ്ങനെയുണ്ട് ഈ പുതിയ വർഷം? പുതിയ വർഷം ഉഷാറ്, വളരെ നല്ലത്. ഓക്കെ ഓക്കെ, നല്ലൊരു എക്സൈറ്റിങ് ഓപ്പണിംഗ് അല്ലേ? നല്ല നിലയിലുള്ള പുതുവർഷം. പ്രായമൊന്നും ആവുന്നില്ല, ഈ നിമിഷത്തിൽ ജീവിക്കല്ലേ, അതന്നെ പ്രായം. 88. അത് നോക്കണ്ട, അത് വെറും അത് നമ്പർ പ്ലേറ്റ് ആണ്, നമ്പർ പ്ലേറ്റ് ആണ്. നിങ്ങളാ ഒരു സൈക്കോളജിക്കൽ ഏജിൽ നിങ്ങൾ സ്റ്റിൽ യങ്, അത് മതി. ഇവര് നല്ല പ്രശസ്തനായ ഒരു കവി കൂടിയാണല്ലേ, കവിയില്ലേ? കവിയൊക്കെ ആയിരുന്നു അല്ല, ആണ്. കവിതകൾ അവിടെ ഉണ്ടല്ലോ, ലൈവല്ലേ? അല്ല, നിങ്ങൾ എഴുതിയ കവിതകൾ ഇന്നും ലൈവല്ലേ? ഓർമ്മയില്ല, ഓർമ്മ ധാരാളമുണ്ട്. അതൊന്നും ഈ പ്രായം ഏറിക്കഴിഞ്ഞാൽ ഓർമ്മപ്പിശകാണ് നമ്മളെ ആകെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമപ്രശ്നം. നിങ്ങൾ സൈക്കോളജിക്കൽ ഏജ് നിങ്ങൾ സെറ്റ് ചെയ്തോളൂ എത്രയാണെന്നുള്ളത്. നമുക്ക് 3 ഏജ് ഉണ്ട്, ഒന്ന് ക്രോണോളജിക്കൽ ഏജും ഉണ്ട്, ബയോളജിക്കൽ ഏജും ഉണ്ട്, പിന്നെ സൈക്കോളജിക്കൽ ഏജും ഉണ്ട്. ക്രോണോളജിക്കൽ ഏജിൽ നിങ്ങൾ 76 ആയിരിക്കും, ബയോളജിക്കൽ ഏജിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി ഇല്ല, വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും ഇല്ലല്ലോ. ബയോളജിക്കൽ ഏജിൽ നിങ്ങൾ യങ് ആണ്. പിന്നെ സൈക്കോളജിക്കൽ ഏജിൽ യു ആർ സ്റ്റിൽ ജോയ്ഫുൾ, ഹാപ്പി, സോ യു ആർ സ്റ്റിൽ യങ്. വൈഫ്, ഓക്കെ, ഇത് മകള്, ഇത് വൈഫ്, ഇത് മകള്, ഇത് മകളുടെ ഭർത്താവ്. ഓക്കെ ഓക്കെ, ഇവരുടെ മകളും ഹസ്ബൻഡും അല്ലേ? ഇത് അച്ഛൻ ഇപ്പോഴും യങ് അല്ലേ? എന്താണ് വളരെ ഹാപ്പി കപ്പിൾസ് ആണ്. പുതുവത്സരത്തിന് എന്ത് പറയാനുണ്ട്? ഹാപ്പി ഹാപ്പി. താങ്ക് യു, താങ്ക് യു. എന്തായാലും പുതുവത്സരത്തിൽ വളരെ പുതുമകളുള്ള മനസ്സുമായിട്ടുള്ള നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഫുൾ ഹാപ്പിയാണ്, ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിനെസ് ഡിസൈഡ്സ് അവർ ഏജ് അല്ലേ? അല്ലേ? അത് ക്രോണോളജി, നമ്പർ പ്ലേറ്റ്. സൈക്കോളജിക്കൽ ഏജ് സ്റ്റിൽ യങ്. നിങ്ങളെല്ലാവരും ഒരു പാട്ട് പാടി, ഒരു പാട്ട് പാടി, നിങ്ങളെല്ലാവരും ഒരു പാട്ട് പാടി. എന്താണ് ഈ ചിരിക്ക് എന്താ ഒരു പുതുമ ഉണ്ടല്ലോ, പുതിയ വർഷത്തിലെ പുതിയ ചിരിയല്ലേ? ഫുൾ ഹാപ്പി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പുതിയ ചിരി. നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ജീവിത നിമിഷങ്ങളോട് വിട പറയുമ്പോൾ ഒരു വിഷമമാണ് അല്ലേ? പക്ഷെ നമ്മളെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും വിട പറയൂല. ഇതെന്നും നമ്മൾ ജീവനോടെ ഉണ്ടാവും, അടുത്ത ന്യൂ ഇയർ വരെ ഉണ്ടാവും. എന്തായാലും കേരള ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് പ്രത്യേകം അഭിനന്ദനം പറയാണ്. അടുത്ത വർഷം ഇതിലും മനോഹരമായ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഈ പുതുവത്സര പുരകി വല്ലാണ്ട് നടന്ന് അല്ലേ? ഈ നടത്തം ഈ വർഷം മുഴുവനും നിലനിർത്താനുള്ള ആഗ്രഹം ഉണ്ടോ? ഗുഡ് ലക്ക്, ഗുഡ് ലക്ക്. ഓക്കെ.